ഹൈക്കോടതിയും ഇതാണ് പറഞ്ഞത്. 6 മാസം മുമ്പേ ചെയ്യേണ്ട പ്രവർത്തികൾ അവിടെ നടന്നിട്ടില്ല. 6 മാസം മുമ്പേ. ഒന്ന് ആലോചിച്ച് നോക്കണം. ലോകത്തെ ഏറ്റവും വലിയ ഡെസ്റ്റിനേഷനാണ് ഇതെന്ന് പറഞ്ഞ് നമ്മൾ അയ്യപ്പ സംഗമം നടത്തിയിട്ട് കാര്യമില്ല. അയ്യപ്പ സംഗമത്തിലൊന്നും ആരും വരില്ല. പ്രശാന്തല്ല, ഇതിനെക്കുറിച്ച് ആര് പറഞ്ഞാലും ഞാൻ വിയോജിക്കും. ഇതൊരു പുണ്യകർമ്മം പോലെ ചെയ്തിരുന്നവരെ മുഴുവൻ അവിടുന്ന് പടിയടച്ച് പിണ്ടം വെച്ചിരിക്കുകയാണ്. ഒറ്റ കാരണം പറഞ്ഞുകൊണ്ടാണ്, ഇതെല്ലാം RSSകാരാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. കള്ളന്മാരായ കുറച്ച് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും പിന്നെ അതിൻ്റെ പ്രമാണിമാരും മാത്രമേ കാണാവൂ. പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ ഇത് തോളിച്ചുവന്നുകൊണ്ട് പോകാനുള്ളവരെ കാണാവൂ. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. മറ്റൊരു മണ്ഡലകാലം കൂടി ആരംഭിച്ചിരിക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം തന്നെ ശബരിമലയിലുണ്ടായ അഭൂതപൂർവമായ തിരക്ക്, പലർക്കും അയ്യനെ കാണാതെ മടങ്ങേണ്ടി വന്ന സാഹചര്യം, ഇതെല്ലാം രാഷ്ട്രീയമായും അല്ലാതെയുമൊക്കെ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. ശബരിമലയിലെ ഒരുക്കങ്ങളെല്ലാം പാളിയോ? ഇന്ന് ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മോടൊപ്പം ചേരുന്നത് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് MS വേണുഗോപാൽ. നമസ്കാരം. നമസ്കാരം. ശബരിമലയിൽ കാലാകാലങ്ങളായി ഇത്തരത്തിലുള്ള ഈ തിരക്കുമായി ബന്ധപ്പെട്ട തരത്തിലുള്ള ചർച്ചകളും അതിനെ തുടർന്നുള്ള കാര്യങ്ങളെല്ലാം വരുന്നതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ദേവസ്വത്തിൽ പുതിയ പ്രസിഡന്റായി ചുമതലയെടുത്ത K. ജയകുമാർ IAS തന്നെ പറയുകയുണ്ടായി, അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് എന്ന് പറയുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഈ അപകടകരമായ അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നതിന് ശബരിമലയിലെ ഈ ഒരു മുൻകരുതലുകൾ അല്ലെങ്കിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ അതെല്ലാം പാളിച്ച പറ്റിയെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. K. ജയകുമാർ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ആളാണ്. അദ്ദേഹം വിവിധ വകുപ്പുകളിൽ വളരെ സുസ്ഥിരമായ സേവനം നടത്തിയിട്ടുള്ള ആളാണ്. ജില്ലാ കളക്ടർ അടക്കമുള്ള പദവികൾ വഹിച്ചിട്ടുള്ള ആളാണ്. അവിടെയെല്ലാം വലിയ സേവനം നടത്തിയിട്ടുള്ള ആളാണ്. അദ്ദേഹം അപകടകരമായ എന്തോ നടക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ സിസ്റ്റം കൊളാപ്സ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. പൂർണ്ണമായും എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ സർക്കാർ സംവിധാനങ്ങൾ അവതാളത്തിലായോ എന്ന് അദ്ദേഹത്തിൻ്റെ അന്തരംഗത്തിൽ തോന്നിയതാണ് അദ്ദേഹം ചോദിച്ചത്. യാതൊരു സംശയവുമില്ല. അദ്ദേഹം അങ്ങനെ പറയുന്ന ഒരാളല്ല. ഏത് വന്നാലും പോസിറ്റീവായി മാത്രം സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം നെഗറ്റീവായി പറഞ്ഞെങ്കിൽ എൻ്റെ കയ്യിൽ നിൽക്കാത്ത വിധത്തിൽ ഈ സർക്കാർ സംവിധാനങ്ങൾ മൊത്തം അലങ്കോലമായോ, ഇവിടെ കുടിവെള്ളമില്ല, 4000 പേര് ഇരിക്കേണ്ടടുത്ത് 20,000 പേർ കയറി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ 5 പേർ, ഒരാൾ നിൽക്കേണ്ടടുത്ത് 5 പേർ. ഇത് ഒരു വലിയ കരൂർ പോലുള്ള ഒരു ദുരന്തമുണ്ടാവാതിരുന്നത് തീർച്ചയായിട്ടും അയ്യപ്പൻ്റെ ഒറ്റ കരുണ കൊണ്ട് മാത്രമാണെന്നാണ് ഞാൻ കരുതുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. എനിക്ക് മാത്രം നിൽക്കാൻ, താങ്കൾക്ക് മാത്രം നിൽക്കാനുള്ളൊരു സ്ഥലത്ത് 5 പേര് കൂടുതലായി നിൽക്കുന്നു. ഒരാൾ വന്നാൽ പോലും നമ്മൾ എങ്ങനെയെങ്കിലും ഒടിഞ്ഞ് മടങ്ങിയൊക്കെ നമുക്ക് നിൽക്കാമെന്ന് വയ്ക്കാം. 5 പേര് വന്നാൽ നമ്മുടെ ശ്വാസകോശം പൊട്ടിപ്പോവും. കാരണം പ്രഷർ അത്രയ്ക്കാണ്. ഇത് എങ്ങനെ അവിടെ നിന്നു എന്നെനിക്കറിയില്ല. ഇത് അയ്യപ്പൻ മാത്രമാണ് ഈ 20,000 പേരെ രക്ഷിച്ചത്. അതിലൊരാളെപ്പോലും കൊല്ലാതെ രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് അയ്യപ്പൻ മാത്രമാണെന്ന് പറയേണ്ടി വരുന്നു. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് K. ജയകുമാർ പറഞ്ഞത്, ഇത് കണ്ടിട്ട് എനിക്ക് ഭയമാകുന്നു എന്ന്. ഹൈക്കോടതിയും ഇതാണ് പറഞ്ഞത്. 6 മാസം മുമ്പേ ചെയ്യേണ്ട പ്രവർത്തികൾ അവിടെ നടന്നിട്ടില്ല. 6 മാസം മുമ്പേ. ഒന്ന് ആലോചിച്ച് നോക്കണം. ഓരോ ദിവസവും 1,00,000-ലധികം പേര് വരുന്ന, ഏതാണ്ട് ഈ മണ്ഡലകാലം കഴിയുമ്പോൾ 3 കോടിയിലധികം വരുന്ന ആൾക്കാരെ സ്വീകരിക്കാനുള്ള അറേഞ്ച്മെൻറ്റ്സ് 6 മാസം മുമ്പ് തുടങ്ങിയാൽ പോലും ഇങ്ങ് എത്തില്ല. അപ്പോൾ 6 മാസം മുമ്പ് പോലും തുടങ്ങേണ്ട കാര്യങ്ങൾ നട തുറന്നിട്ട് പോലും ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ ആരായാലും പകച്ചു പോവും. ഒരു അഡ്മിനിസ്ട്രേറ്റർക്കും ഒറ്റയ്ക്കൊന്നും അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയില്ല. അത്രയ്ക്കൊരു കയോസിലേക്ക് പോയോ എന്ന് കേരളത്തിലെ ചീഫ് സെക്രട്ടറി ആയിരുന്ന, ചീഫ് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന K. ജയകുമാറിന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്തൊക്കെയോ അത്ഭുതകരമായ ശക്തി കൊണ്ട് മാത്രമാണ് അത്രയും ജനങ്ങൾ അവിടെ രക്ഷപ്പെട്ടത്, ഒരു ദുരന്തവും ഉണ്ടാകാത്തത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്, വിശ്വസിക്കുകയാണ്. മറ്റൊന്ന്, ഈ പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ സജ്ജീകരണങ്ങളെല്ലാം വേണ്ട രീതിയിൽ ഒരുക്കണമായിരുന്നുള്ളൂ. അപ്പോൾ അദ്ദേഹം ചുമതലയായിട്ട് ഏകദേശം ദിവസങ്ങൾ മാത്രമാണ് ആകുന്നത്, ഒരാഴ്ച ആകുന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പലരും പറയുന്നത് അദ്ദേഹത്തിന് എന്തുകൊണ്ട് അത് നിയന്ത്രിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൂടായിരുന്നു. പക്ഷേ മുമ്പുണ്ടായിരുന്ന ഭരണസമിതിയും മുമ്പുണ്ടായിരുന്ന അധികൃതരും ഈ കാര്യങ്ങളെല്ലാം നേരത്തെ കോടതി സൂചിപ്പിച്ച പോലെ 6 മാസ കാലയളവിന് മുമ്പേ തുടങ്ങേണ്ട കാര്യങ്ങളൊന്നും കൃത്യമായി ചെയ്യാത്തത് കൊണ്ടല്ലേ ഇത്തരത്തിലൊരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നത്? തീർച്ചയായിട്ടും ഹൈക്കോടതി അതാ പറഞ്ഞത്. അവിടെ വെള്ളമില്ല, വിർച്വൽ ക്യൂവിൽ വരുന്നവരുടെ കണക്കനുസരിച്ചല്ല വിടുന്നത്, അതിനെ നിയന്ത്രിക്കാനുള്ള പോലീസില്ല, അവിടെ അവർക്ക് ആഹാരം കൊടുക്കാൻ കഴിയുന്നില്ല, ടോയ്ലറ്റുകൾ ശുചിയല്ല, ഒരൊറ്റ ടോയ്ലറ്റുകൾ പോലും നേരെ പ്രവർത്തിക്കുന്നതില്ല എന്ന് പറഞ്ഞത് ഹൈക്കോടതിയാണ്. ഹൈക്കോടതി അങ്ങനെ പറയണമെങ്കിൽ വെറും വായിൽ പറയില്ല. ഹൈക്കോടതി മുമ്പിൽ തെളിവുകൾ വന്നാൽ മാത്രം പ്രഖ്യാപിക്കുന്ന ഒരു സംവിധാനമാണ് ഹൈക്കോടതിയും സുപ്രീം കോടതിയൊക്കെ. വ്യക്തമായ തെളിവുകൾ മുമ്പിൽ നിൽക്കുമ്പോൾ മാത്രം
ഉത്തരവുകൾ അഭിപ്രായങ്ങൾ പറയുന്ന സംവിധാനമാണ് ഹൈക്കോടതി. ആ കോടതി അങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ ആരെ അവിശ്വസിക്കണം? വേറൊന്നും നോക്കേണ്ട കാര്യമില്ല. അവിടെ വലിയ കുഴപ്പങ്ങൾ സംഭവിച്ചു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിന് കെ ജയകുമാറിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹം 15-ം തീയതി വന്നു, 17-ം തീയതി നട തുറന്നു. അപ്പോൾ അദ്ദേഹത്തിന് 15-ം തീയതിയാണ് അദ്ദേഹം ചാർജ് എടുത്തത്. അന്ന് പിന്നെ അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ഘാടനവും ആ ദിവസത്തെ പിന്നെ പരിപാടികളും മീറ്റിങ്ങും ഒക്കെ മാത്രമേ നടക്കുള്ളൂ. പിന്നെ 16-നായിരിക്കും അദ്ദേഹം വന്ന് ശബരിമല പിന്നെ സന്നിധാനത്ത് കയറിയപ്പോൾ കണ്ടത് ഇതൊക്കെയാണ്. 17-ം തീയതി നട തുറന്നപ്പോൾ അദ്ദേഹത്തിന് തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അയ്യോ, ഇത്രയും നാളെ ചെയ്യേണ്ടതൊന്നും ചെയ്തിട്ടില്ലേ? ഇത് വലിയൊരു പിന്നെ പരാജയം എന്ന് മാത്രമല്ല, ഇത് ആസൂത്രിതമാണോ എന്ന് ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നെ പിന്നെ രമേശ് ചെന്നിത്തലയുടെയും വി ഡി സതീശൻ്റെയൊക്കെ പ്രസ്താവനകൾ കേട്ടപ്പോൾ എനിക്ക് തോന്നി അവർ പറയുന്നതിൽ തെറ്റില്ല എന്ന്. കാരണം സാധാരണഗതിയിൽ രാഷ്ട്രീയ പ്രേരിതമാണ് ഇതൊക്കെ. പക്ഷേ അത് രാഷ്ട്രീയ പ്രേരിതമല്ല എന്ന് തോന്നുന്ന വിധത്തിലാണ് അവിടെ നടന്ന സംഭവങ്ങൾ. തീർച്ചയായും വി ഡി സതീശൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് സന്നിധാനത്ത് എത്തി അല്ലെങ്കിൽ പമ്പയിലെത്തി വേണ്ട കാര്യങ്ങളെല്ലാം ക്രമീകരണങ്ങളെല്ലാം ഒരുക്കുന്നതിൽ അദ്ദേഹം നടത്തിയ ഒരു പങ്ക് വളരെ വലുതായിരുന്നു. ഈ സർക്കാർ എന്താണ് ചെയ്തിട്ടുള്ളത്? ഒരു ചുക്കും ചെയ്തിട്ടില്ല എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. അതുപോലെ രമേശ് ചെന്നിത്തലയും വളരെ രൂക്ഷമായ ഭാഷയിൽ പറയുകയുണ്ടായി. പമ്പാ നദി മലിനമാകുന്ന സാഹചര്യം വരെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഞാൻ നേരത്തെ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ ഈ രാഷ്ട്രീയ പ്രേരിതമല്ല എങ്കിൽ കൂടിയും ഈ പ്രതിപക്ഷം ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിട്ടുള്ള രമേശ് ചെന്നിത്തലയും ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം മുഖവിലേക്ക് എടുക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും മുഖവിലേക്ക് എടുക്കണമെന്ന് മാത്രമല്ല, അടിയന്തരമായി അവർ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ അഡ്രസ്സ് ചെയ്യുകയും പരിഹരിക്കുകയും വേണം. അവിടെ പിന്നെ ഇതിൻ്റെ ചുമതല ഏറ്റെടുത്ത തലേ ദിവസമാണെങ്കിൽ പോലും ചുമതല ഏറ്റെടുത്ത കെ ജയകുമാർ വരണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു 18 കോംപ്ലക്സുകളുണ്ട്. ഈ വിർച്വൽ ക്യൂ വരുന്നിടത്ത് 18 പിന്നെ ഈ ടോയ്ലറ്റുകളും റെസ്റ്റ് റൂമും അടങ്ങിയ കോംപ്ലക്സുകളുണ്ട്. ആ കോംപ്ലക്സുകളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. മാസ്റ്റർ പ്ലാനിൻ്റെ ഭാഗമായി കോടികൾ മുടക്കി 18 സ്ഥലത്ത് 10,000-കണക്കിന് ആളുകളെ നമുക്ക് പാർപ്പിക്കാനും അവർക്ക് വേണ്ട ശുചിമുറികളും വെള്ളവും ഒക്കെ കൊടുക്കാനുള്ള 18 കേന്ദ്രങ്ങൾ നട തുറന്നിട്ട് 24 മണിക്കൂർ കഴിഞ്ഞിട്ടും തുറന്നിട്ടില്ല. അപ്പോൾ ഇവിടെയാണിത്. 6 മാസം മുമ്പേ അത് തുറക്കേണ്ടതല്ലേ? 6 മാസം മുമ്പേ അത് ശുചിയാക്കി അതിനുള്ള ആളെ നിർത്തേണ്ടതല്ലേ? 6 മാസം മുമ്പ് തന്നെ ഇതിൻ്റെ അടിസ്ഥാന കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതല്ലേ? സംരക്ഷിക്കാൻ പോലീസ് അവിടെ ആവശ്യമല്ലേ? ഇതൊന്നും നടന്നിട്ടില്ല. എന്നിട്ട് ആൾക്കാർ വന്നു കഴിഞ്ഞപ്പോൾ ആൾ കൂടിപ്പോയെന്ന് പരാതി പറയുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. നമ്മളൊരു കാര്യമാണ്, ഞാൻ ടൂറിസം മാനേജ്മെൻറ്റ് പഠിച്ച ഒരാളാണ്. പിന്നെ എനിക്കറിയാം, ഒരു ഡെസ്റ്റിനേഷൻ നശിച്ചു പോയാൽ പിന്നെ അത് തിരിച്ചെടുക്കാൻ പാടാണ്. ഉദാഹരണമായിട്ട് കോവളത്ത് ആരുടെയും പ്രചരണമില്ലാതെ ബാക്ക് പാക്കേഴ്സായിട്ട് ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരുന്നതാണ്. 5 സ്റ്റാർ ഹോട്ടലുകളിൽ ലക്ഷക്കണക്കിന് രൂപ മുടക്കി ആളുകൾ വിദേശത്തുനിന്ന് നേരത്തെ ബുക്ക് ചെയ്ത് വന്നുകൊണ്ടിരുന്നതാണ്. ഇന്ന് കോവളം ഡെസ്റ്റിനേഷൻ ശൂന്യമായിരിക്കുന്നു. ഒരു സായിപ്പിനെ കാണണമെങ്കിൽ, ഒരു മദാമയെ കാണണമെങ്കിൽ നിങ്ങൾ ഭൂതക്കണ്ണാടി വെച്ച് നോക്കേണ്ട അവസ്ഥയായിരിക്കുന്നു. എന്തുകൊണ്ട്? അവിടെ അടിസ്ഥാന സൗകര്യങ്ങളില്ല. പട്ടി കടിക്കുന്നു ടൂറിസ്റ്റിനെ. അവർക്ക് വേണ്ട അവിടെ കടലിൽ നിന്ന് വരുന്ന വെള്ളം അവരുടെ കണ്ണിലടിക്കുമ്പോൾ കണ്ണിൽ ചുവപ്പ് വരുന്നു, ദേഹത്ത് ചൊറിച്ചിൽ വരുന്നു. മലിനജലം അവരുടെ മുമ്പിൽ കൂടെ ഒഴുകി കടലിൽ പോയി വീഴുന്നു. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏത് സായിപ്പാണ്, മദാമയാണ്, അല്ലെങ്കിൽ സാധാരണ ഇന്ത്യൻ ടൂറിസ്റ്റാണ് അവിടെ വരിക? അങ്ങനെ ഒരു ഡെസ്റ്റിനേഷൻ ലോകത്ത് ഒരു പരസ്യവുമില്ലാതെ പിന്നെ വലുതായ ഒരു ഡെസ്റ്റിനേഷനാണ് കോവളം എന്ന് പറയുന്നത്. മറ്റൊന്ന് ഗോവയും. അവിടെ ഗോവ ഇപ്പോഴും നിലനിൽക്കുന്നു, പക്ഷേ കോവളം ഏതാണ്ട് ശൂന്യമായിരിക്കുന്നു. കോവളത്തെ ഹോട്ടലുകാർ ആത്മഹത്യയുടെ വക്കിലായി നിൽക്കുകയാണ്. ഇതിനേക്കാൾ ഭയങ്കരമാണ് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് മറ്റേത്. ഇതിനേക്കാൾ ഭയങ്കരമാണ് ഒരു പിൽഗ്രിം ഡെസ്റ്റിനേഷൻ നഷ്ടപ്പെട്ടാൽ. കാരണം അവിടെ വരുന്നത് വിശ്വാസത്തിൻ്റെ പുറത്താണ്. മറ്റേത് പ്രകൃതി ഭംഗി കാണാനും ആസ്വദിക്കാനും പിന്നെ കൂത്താടാനുമാണെങ്കിൽ ഇത് ഭക്തിയുടെ നിറകുടമായി ആ സന്ദർഭം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ആ ചൈതന്യം മാത്രം ഒരു നോക്ക് കാണാനായിട്ട് വരുന്ന ജനത്തിന് അതിന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ആ ഡെസ്റ്റിനേഷൻ നശിച്ചു പോകുമെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് നിലനിർത്താൻ കഴിയില്ല. പിന്നെ നമുക്ക് കൈയും കാലും കൊട്ടി അടിച്ചിട്ട് കാര്യമില്ല. ലോകത്തെ ഏറ്റവും വലിയ ഡെസ്റ്റിനേഷനാണ് ഇതെന്ന് പറഞ്ഞ് നമ്മൾ അയ്യപ്പ സംഗമം നടത്തിയിട്ട് കാര്യമില്ല. അയ്യപ്പ സംഗമത്തിലൊന്നും ആരും വരില്ല. അയ്യപ്പ വിശ്വാസത്തിലാണ് ആൾ വരുന്നത്, അല്ലാതെ സർക്കാരിൻ്റെ സംഗമം കണ്ടല്ല ആൾ വരുന്നത്. സർക്കാരിൻ്റെ ഒരു പ്രവൃത്തി കൊണ്ടുമല്ല അവിടെ ആളുകൾ വരുന്നത്. എനിക്ക് അയ്യനെ ഒരു പ്രാവശ്യം കാണണം. എൻ്റെ ജീവിതത്തിൽ എൻ്റെ മക്കൾക്ക്, അമ്മയ്ക്ക്, എൻ്റെ കുടുംബത്തിന് ഒക്കെ രോഗം മാറ്റി തന്നതിന്, കുഞ്ഞിനെ തന്നതിന്, കുഞ്ഞിന് നല്ല ഭാവി തന്നതിന്, ജോലി തന്നതിന്, ഇങ്ങനെ ഐശ്വര്യം വന്നതിന്, പിന്നെ ഇതൊന്നുമല്ലെങ്കിൽ എനിക്കൊരു സായുജ്യം അടയുന്നതിന്, മനസ്സിനൊരു ആത്മസംതൃപ്തി കിട്ടുന്നതിന് ഒക്കെ ആയിട്ട് ഞാൻ
നെയ്ത്തേങ്ങയുമായിട്ട് വരുന്നു എന്ന് പറയുന്ന ജനം ഒരു പ്രാവശ്യം അതിനൊരു ഭംഗം വന്നാൽ, അതിൽ വിശ്വാസത്തിലൊരു ഭംഗം വരുന്ന വിധത്തിൽ, അല്ലെങ്കിൽ വിശ്വാസിയെ വഞ്ചിക്കുന്നവരാണ് അവിടെ ഇരിക്കുന്നതെന്ന് തോന്നിയാൽ തീർന്നു. ഇത് സംഘാടകർ അത്തരക്കാരാണെന്ന് തോന്നിയാൽ പിന്നെ ആ ഡെസ്റ്റിനേഷൻ നശിച്ചു പോയി. പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല. അത്രയ്ക്ക് വലിയ ഒരു ദോഷത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ശബരിമല നശിച്ചാൽ പിന്നെ നമുക്ക് കേരളം നശിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കേരളത്തിൻ്റെ മാമാങ്കമാണ്, പണ്ട് നടന്നിരുന്ന മാമാങ്കത്തിൻ്റെ 100 ഇരട്ടി പ്രതിഭയുള്ള ഒരു മാമാങ്കമാണ് ശബരിമല എന്ന് പറയുന്നത്. അവിടെ ഒരു സജ്ജീകരണങ്ങളും ഒരു സംവിധാനവും ഇല്ലാതെ ജനങ്ങൾ കോടിക്കണക്കിന് വന്ന് അവരുടെ ഒരു ജന്മത്തെ സ്വത്ത് മുഴുവൻ അവിടെ സമർപ്പിച്ചിട്ട് പോവുകയാണ്. അത് കൊള്ളയടിച്ചെന്ന് പറയുമ്പോൾ തന്നെ അവരുടെ മനസ്സ് തകർന്നു കാണും. പിന്നെ അവിടെ വരുന്നത് തന്നെ പുണ്യം. ആ വരുന്നവന് കഴിക്കാനും കുളിക്കാനും കുടിക്കാനും ഇല്ല എന്നതിന് പുറമെ അവനെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന സംവിധാനത്തിലാണ് നമ്മളത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ പിന്നെ എവിടെയാണ് ദൈവം, എവിടെയാണ് പിന്നെ അവർക്ക് ഒരു ആശ്രയമായിട്ട് ആരാണ് തോന്നുക? അല്ല, ഒരു കുടുംബം കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ പോലെ വന്ന് തിരികെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ADGP ഇടപെട്ട് അവരെ തിരികെ സന്നിധാനത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടാണ്. പക്ഷേ അതുപോലെ ഒട്ടേറെ പേരാണ് പന്തളത്തെത്തി അയ്യനെ കാണാതെ തിരികെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് പറയുന്നത്. പന്തളത്ത്, നിലയ്ക്കൽ, പിന്നെ പമ്പയിൽ, എന്തിന് സന്നിധാനത്ത് വന്നിട്ട് തിരിച്ചു പോയവരുണ്ടെന്നേ. കാരണം നിൽക്കാൻ പറ്റുന്നില്ല. ഒരാൾ നിൽക്കാൻ ഇടമുള്ളിടത്ത് 5 പേര് നിൽക്കുന്നു. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാമോ അത്? ഇത് 1 മിനിറ്റ് 2 മിനിറ്റോ 10 മിനിറ്റോ അല്ല. നമ്മളിപ്പോൾ ചില കല്യാണത്തിന് സദ്യക്ക് കയറുമ്പം ഒരിടി വരുമ്പോൾ തന്നെ നമുക്ക് വല്ലായ്മയായി പോകും അല്ലേ? അവിചാരിതമായിട്ട് 50 പേരോ 100 പേരോ ആണ് അവിടെ ഇടിക്കുന്നത് കൂടിപ്പോയാൽ. ഇത് ലക്ഷങ്ങൾ, ആയിരങ്ങൾ, 10,000 വന്നിടിക്കുകയാണ്. 20,000 പേര്, 20,000 പേരാണ് അവിടെ നിൽക്കുന്നത്. അവരുടെ ഇടിയെന്ന് പറഞ്ഞാൽ ചില്ലറ ഇടിയല്ല. ഒന്നും സംഭവിക്കാത്തത് സാക്ഷാൽ അയ്യപ്പൻ അവിടെ ഉണ്ടെന്നുള്ളത് കൊണ്ട് മാത്രം. മറ്റൊന്ന്, മുൻ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞത് ഒരുക്കങ്ങളിൽ ഒരു പാളിച്ചയും സംഭവിച്ചിട്ടില്ല, സാധാരണയാണ്, ഇത്തരത്തിലുള്ള തിരക്ക് സാധാരണയാണ്, ഇത് സംഭവിക്കാറുള്ളതാണ് എന്നാണ് പറഞ്ഞത്. ഒരുക്കങ്ങളിൽ യാതൊരു വിധത്തിലുള്ള പാളിച്ചയും വന്നിട്ടില്ല, രാഷ്ട്രീയമായിട്ടാണ് പ്രതിപക്ഷം ഇതിനെ കാണുന്നത്, രാഷ്ട്രീയപരമായി മാത്രം ഉപയോഗിക്കുകയാണെന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും പ്രശാന്ത് മാത്രമല്ല, ഇത് പിന്നെ നമ്മുടെ വീണ ജോർജ് പറഞ്ഞു, ആരോഗ്യമന്ത്രി വയറ്റിനകത്ത് കത്രിക കിടന്നു, അത് പിന്നെ പരിശോധിച്ചപ്പം കുഴപ്പമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊന്നും ഒരു അപാകതയല്ല. ഒരാൾ പ്രസവം കഴിഞ്ഞു, പ്രസവം സിസേറിയൻ സക്സസ്ഫുൾ, പക്ഷേ പേഷ്യൻ്റ് ക്ലോസ്. എന്താ കാര്യം പറയുന്നത്? അവിടെ പിന്നെ അണുബാധ ഉണ്ടായിരുന്നു. അപ്പം സിസ്റ്റത്തിൻ്റെ കുറ്റമല്ല, കറക്റ്റായിട്ട് ഓപ്പറേഷൻ ചെയ്തു, പക്ഷേ ആൾ മരിച്ചു. അവിടെ ക്ലീനിങ് ഇല്ലായിരുന്നു, ശുചിത്വമില്ലായിരുന്നു, അതുകൊണ്ട് ആൾ മരിച്ചു എന്ന്. അപ്പോൾ ഓപ്പറേഷൻ പെർഫെക്റ്റ് ആണ്. ഇത് തന്നെയാണ് പ്രശാന്തം പറയുന്നത്. സിസ്റ്റം പെർഫെക്റ്റ്, വിദ്യാഭ്യാസ മന്ത്രിയും പറയുന്നതാണ്, എല്ലാം കൊള്ളാം, ഞങ്ങളെല്ലാം വിദ്യാഭ്യാസ സംവിധാനം വളരെ ചിട്ടയോടുകൂടി കൊണ്ടുപോവുകയാണ്. പക്ഷേ അച്ചടക്കമില്ലാത്ത കുട്ടികൾ, യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറെ ഇറങ്ങി വാടാ ഡാഷ് മോനെ എന്ന് വിളിക്കുന്ന അവസ്ഥ. എന്ത് സംസ്കാരമാണ് നമ്മൾ അവരെ പഠിപ്പിച്ചു കൊടുക്കുന്നത്? എല്ലാ അധ്യാപകൻ്റെയും വലിയ അധ്യാപകനാണ് പിന്നെ വൈസ് ചാൻസലർ. അത് മനസ്സിലാക്കണം. അദ്ദേഹത്തിൻ്റെ നിയമനത്തിൽ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ ആ നിയമനത്തിനെ പറഞ്ഞ് നിങ്ങൾ കോടതിയിൽ പോകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംവിധാനത്തിൽ പോകും. അത് അദ്ദേഹത്തിൻ്റെ മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്ന സങ്കല്പത്തിന് അച്ഛനെയും അമ്മയെയും ഇറങ്ങി വാടാ ഇന്ന മോനെ എന്ന് വിളിക്കുന്നതിന് തുല്യമാണ് വൈസ് ചാൻസലറെ അങ്ങനെ വിളിക്കുന്നത്. ഇത് TV-യിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഏത് സംവിധാനമാണ് ഇവിടെ നിലനിൽക്കുന്നത്? ഇവിടെ കോടതി വേണമെന്നായിരിക്കുകയാണ്. ഏതിനും കോടതി വേണം. എനിക്ക് തോന്നുന്നത് ഇനി കേരളത്തിൽ കോടതി ഭരിച്ചാൽ മതി, വേറെ ആരും ഭരിക്കണ്ട. എന്തിനാണ് നമ്മൾ മറ്റുള്ള സംവിധാനം? ഹൈക്കോടതിയുടെ കീഴിൽ നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെയും പിന്നെ 10-65 വകുപ്പുകളെയും കൊടുക്കട്ടെ. എന്നിട്ട് അവിടുന്ന് അവർ ഉത്തരവിടുമ്പോൾ അല്ലെങ്കിൽ നേരെ ജയിലിൽ പോകും. അതായത് എല്ലാവരിലും ഡ്യൂട്ടി എന്താണ്, റെസ്പോൺസിബിലിറ്റി എന്താണെന്നുള്ളത് ഇല്ലാതാക്കിയിരിക്കുകയാണ് കേരളത്തിൽ. ഇത് സകല കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളിലും സംഭവിക്കുന്ന ഇതാണ്. ടോട്ടൽ കെയോസ് എന്ന് പറയും. ആരും ആരെയും ചോദിക്കാൻ, ആരും ആരോടും ഉത്തരം പറയാനില്ലാത്ത ഒരു സാഹചര്യം വരിക, എന്നിട്ട് അവിടെ എല്ലാ സംവിധാനവും തകരുക, എന്നിട്ട് ജനങ്ങൾ ലെനിൻ്റെ പ്രതിമ തകർത്തതുപോലെ തകർത്ത് പിന്നെ സംവിധാനങ്ങളെ മാറ്റാനുള്ള അവസ്ഥ വരിക. സംവിധാനം മാറ്റിയാലും പിന്നെ കെയോസ് വരും. കാരണം വെച്ചാൽ നിലവിലുള്ള ഒരു സംവിധാനം മാറുമ്പോൾ വേറൊരു സംവിധാനത്തിലേക്ക് എത്താൻ വളരെ സമയമെടുക്കും. അപ്പോൾ ഇതുപോലുള്ള അരിഷ്ടിതാവസ്ഥയിലേക്ക് കേരളം പോവുകയാണോ എന്ന് എനിക്ക് സംശയം തോന്നുകയാണ്. ഇന്നൊരു കുട്ടി, നഴ്സറി കുട്ടി പിന്നെ ബസ്സിൻ്റെ അടിയിൽ കിടന്ന് മരണപ്പെട്ടു. ആ മാനേജ്മെൻറ്റ് പറയുന്നത് എന്താ? റെസ്പോൺസിബിലിറ്റി ഞങ്ങൾ എടുക്കുക. എന്ത് റെസ്പോൺസിബിലിറ്റിയാണ് നിങ്ങൾ എടുക്കുന്നത്? ഞാൻ എൻ്റെ കുഞ്ഞിനെ അവിടെ അയക്കുന്നത് ട്രാൻസ്പോർട്ട് ബസ്സിൽ പോകുന്നതിൻ്റെ എത്രയോ ഇരട്ടി പണം കൊടുത്ത് എൻ്റെ വീടിൻ്റെ നടയിൽ നിന്ന് കയറ്റി വിടുന്നത്, ഇത് ഇവിടുന്ന് കയറ്റി ആ ക്ലാസ് മുറിയിൽ കൊണ്ട് ഇരുത്തും എന്നുള്ള വിശ്വാസമല്ലേ?
ആ റെസ്പോൺസിബിലിറ്റി മരിച്ച കുട്ടിക്ക് കുട്ടിയുടെ അമ്മയ്ക്കും അച്ഛനും എന്ത് റെസ്പോൺസിബിലിറ്റിയാണ് ഇവർ കൊടുക്കുന്നത്? എല്ലാ സിസ്റ്റവും തകർന്നിരിക്കുന്നു. വ്യക്തിബന്ധങ്ങൾ വരെ തകർത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇങ്ങനെ ഒരു രാജ്യത്തിന് പോകാൻ ഒക്കില്ല, ഇങ്ങനെ ഒരു സംസ്ഥാനത്തിന് പോകാൻ ഒക്കില്ല. ഭ്രാന്ത് പിടിച്ച എന്ന് പണ്ട് വിവേകാനന്ദൻ പറഞ്ഞത് ഇന്ന് അതിഭയങ്കരമായ ഭ്രാന്ത് പിടിച്ച ഒരു സംവിധാനത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പറയും അയ്യോ നമ്പർ 1 കേരളത്തിനെ അധിക്ഷേപിക്കുന്നു, ഇയാളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് പറയും. ഇത് ഓരോരുത്തരുടെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നതല്ലേ, ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ ആത്മഹത്യ ചെയ്യുകയാണ്. എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു? ആത്മഹത്യ ചെയ്യുന്നത് അവന് മറ്റൊരു മാർഗ്ഗവും ഇല്ലാത്തതുകൊണ്ടാണ്. ജീവിക്കാൻ എന്തെങ്കിലും ഒരു ഇതുള്ളവൻ ആത്മഹത്യ ചെയ്യുമോ? ആത്മഹത്യ ചെയ്യുന്നത് ഇനി മറ്റൊന്നും എനിക്ക് ചിന്തിക്കാനില്ല, എന്നെ ആര് അവൻ ഒരുപാട് വാതിലുകളിൽ മുട്ടിക്കാണും, അത് കഴിഞ്ഞിട്ടാണ് അയാൾ ആത്മഹത്യ ചെയ്യുന്നത്. ഞാനിത് പറഞ്ഞത് ഭഗവാന്റെ മുമ്പിൽ പോലും നമുക്ക് പോയി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കേരളം മാറിയോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കും. ഞാൻ മറ്റുള്ളവരും അയ്യപ്പൻ്റെ കാര്യം പറയുമ്പോൾ അത് മാത്രം പറഞ്ഞാൽ ശരിയാകില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ല, പ്രശാന്ത് പറഞ്ഞത് ദൈവത്തിന് പോലും ഗതികെട്ട കാലത്തിലേക്ക് കേരളം കൊണ്ടെത്തിയിരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിനാണ് പ്രശാന്ത് പറഞ്ഞതിനെ പൂർണ്ണമായും വിയോജിക്കുകയാണ്. പ്രശാന്ത് അല്ല, ഇതിനെക്കുറിച്ച് ആര് പറഞ്ഞാലും ഞാൻ വിയോജിക്കും. കാരണം 6 മാസം മുമ്പേ തുടങ്ങാനുള്ളൊരു സംവിധാനം, 3 കോടി ജനങ്ങൾ വരുന്നിടത്ത് തലേ ദിവസം ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഈ മണ്ഡലകാലത്ത് മുഴുവൻ ചെയ്താലും അത് കറക്റ്റ് ആവില്ല. അവിടെ കെ ജയകുമാർ അല്ല, ഇനി അതുപോലത്തെ ഒരു 1000 ജയകുമാറിനെ കൊണ്ടുവച്ചാലേ ഇത് ശരിയാവുള്ളൂ. ആ വിധത്തിലായിപ്പോയിട്ടുണ്ട്. അല്ല, ഈ ഇത് വലിയ പ്രശ്നമാണ്. ഇത് പരിഹരിക്കും, പക്ഷേ പരിഹരിക്കുന്നത് വേറെ വിധത്തിലായിരിക്കും പരിഹരിക്കുന്നത്. ഇപ്പം ആൾക്കാരെ നിയന്ത്രിച്ചുകൊണ്ട്, അപ്പോൾ അവിടെ 1,00,000 പേര് എല്ലാ തവണയും വന്നുകൊണ്ടിരിക്കുന്നത് അതിലും കുറച്ചാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ 1,50,000 പേര് സുഗമമായി വന്നിരിക്കുന്നതുകൊണ്ട് കുറച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ കുറയ്ക്കുമ്പോൾ എന്ത് പറ്റുമെന്നറിയാമോ? ആൾക്കാർക്കുള്ള പ്രതീക്ഷ നഷ്ടപ്പെടും. ഇനി അവിടെ പോകണ്ട, പോയാൽ തിരിച്ചു പോരേണ്ടി വരും. വിർച്വൽ ക്യൂവിൽ പോയിട്ട് പോലും 3 ദിവസം നിൽക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ 2 ദിവസം നിൽക്കേണ്ടി വരുന്നു. സ്പോട്ട് ബുക്കിംഗ് ആണെങ്കിൽ 4-5 ദിവസം അവിടെ കിടക്കേണ്ടി വരുന്നു. അങ്ങനെയൊന്നും കിടക്കാൻ ആളുകൾ തയ്യാറാവില്ല. ഇന്നത്തെ കാലമല്ലേ. 10 മിനിറ്റിനിടെ എനിക്ക് എൻ്റെ കാര്യം സാധിച്ചു പോകണമെന്ന് പറഞ്ഞ് ആളുകൾ റോഡിലൊക്കെ ഓടുന്ന കണ്ടിട്ടില്ലേ നമ്മൾ? ട്രാൻസ്പോർട്ട് സർവീസിനിടയ്ക്ക് ആൾക്കാർ പാഞ്ഞു പോകുന്നത് എന്തിനാണ്? 10 മിനിറ്റ് ഒരാൾക്ക് സ്പെയർ ചെയ്യാനില്ല. ആ വിധത്തിലാണ് ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം 3-4 ദിവസം ശബരിമല പോയി കിടക്കാൻ ആൾക്ക് തോന്നിയെന്നിരിക്കില്ല. ഇത് ഒരു ഡെസ്റ്റിനേഷനെ നമ്മൾ കൊല്ലുന്നതിന് തുല്യമാണ്. കൊല്ലരുതേ മാനിഷാദ എന്ന് പറയേണ്ടിയിരിക്കുന്നു. അല്ല, അത് മാത്രമല്ല, ഈ അയ്യപ്പ വിശ്വാസികളുടെ എല്ലാ തരത്തിലുള്ള വിശ്വാസങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ് ഒരു വലിയ പരിപാടി സംഘടിപ്പിച്ചത്. ആ പരിപാടിയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പിന്നീട് പലതരത്തിലുള്ള വിമർശനങ്ങളെല്ലാം വന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് പറഞ്ഞിരുന്ന അയ്യപ്പ വിശ്വാസികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ചെയ്യാൻ കഴിയുന്നതാണെന്ന് പറഞ്ഞ് കുറേ ഒരു നോട്ടീസ് പോലെ ഇറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സർക്കാരിൻ്റെ തന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അയ്യപ്പ വിശ്വാസികൾക്ക് ഇതെല്ലാം ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇതൊന്നും ഈ ആഗോള അയ്യപ്പ സംഗമം പോലും കൃത്യമായ രീതിയിൽ അത് എന്തിനായിരുന്നു എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നതല്ലേ? അയ്യപ്പ വിശ്വാസികൾക്ക് നിങ്ങൾ കൊടുക്കേണ്ടത് അയ്യപ്പ വിശ്വാസം നിങ്ങളിലുണ്ടെങ്കിൽ ആ സമീപനമാണ്. ഇപ്പോൾ കെ ജയകുമാറിന് അവിടെ നിൽക്കുന്ന ഭക്തനെ സംരക്ഷിക്കണമെന്ന് തോന്നുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അയ്യപ്പൻ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അയ്യപ്പൻ ഉള്ളവരെ വേണം അവിടെ നിർത്താൻ, അല്ലാത്തവർ വന്നാൽ പ്രശ്നമാണ്. നമ്മൾ അയ്യപ്പ സംഗമത്തിന് പോയ ഒരാൾ എന്നോട് പറയുകയാണ്, ഈ ഇപ്പോൾ നടന്ന കെയോസില്ലേ, ഈ കെയോസിന് വേണ്ടി ജേക്കബ് പുന്നൂസ് IPS മുൻ DGP അവിടെ ഒരു ക്ലാസ് എടുക്കുകയാണ്. ഇത് ആദ്യത്തെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി പോയി കഴിഞ്ഞപ്പോൾ ഇതിനെ 3 സെക്ഷനായിട്ട് തിരിക്കുകയാണ്. അതിലൊരു സെക്ഷൻ എങ്ങനെ നമ്മൾ സുരക്ഷ നടപ്പിലാക്കും, മനസ്സിലായില്ലേ? എല്ലാം വളരെ പ്ലാനിങ്ങോടുകൂടി നടക്കുന്നത്. ഈ കയോസ് നടക്കുന്നതിന് ഏതാനും ആഴ്ചകൾ മുമ്പ്, അല്ലെങ്കിൽ 1 മാസം മുമ്പ് നടന്ന കാര്യമായി ഞാൻ പറയുന്നത്, 1-2 മാസം മുമ്പ് DGP വന്ന് ക്ലാസ് എടുക്കുകയാണ്, പ്രസൻറ്റേഷൻ സഹിതം. ആൾക്കാർ വരുമ്പം നമ്മൾ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യണമെന്ന്. പോയ ആൾ എൻ്റെ അടുത്ത് പറയുകയാണ്, 10 പേര് തികച്ച അദ്ദേഹത്തിൻ്റെ മുമ്പിലായിരുന്നു. അത് ആ ക്ലാസ് ആർക്കാ കൊടുക്കണ്ടേ? പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്ക്, അവിടുത്തെ ആ ഡ്യൂട്ടിക്ക് വരുന്ന ശബരിമലയിലെ ഉദ്യോഗസ്ഥർക്ക്, അതുപോലെ തന്നെ അവിടെ കച്ചവടം ചെയ്യാൻ വരുന്നവനുൾപ്പെടെയുള്ളവരെ അവിടെ പിടിച്ചിരുത്തി ഈ ക്ലാസ് കൊടുക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ശബരിമലയിലെ അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് ആരുമില്ലായിരുന്നു. ഇത് കണ്ട ആൾ പറയുകയാണ് എൻ്റെ അടുത്ത്. അവിടെ ക്ലാസ്സിന് അവസാനം പിന്നെ ഇവർ ഉഴപ്പിയെന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ. ആളില്ലെങ്കിൽ പിന്നെ നമുക്ക് സംസാരിക്കാൻ തോന്നുമോ? ഈ മൈക്ക് മാത്രം സംസാരിക്കുന്നത് നമ്മളെ കവലയിലെ രാഷ്ട്രീയക്കാരെ സംസാരിക്കുള്ളൂ. ആളില്ലെങ്കിലും നിന്ന് ഈ ബൈബിൾ പ്രസംഗം നടത്തുന്ന പോലെ ബന്ധുക്കോസുകാർ ചിലയിടത്ത് കണ്ടിട്ടുണ്ട്. അതുപോലെ DGP ഒന്നും സംസാരിക്കില്ല, ജേക്കബ് പുന്നൂസ് സാർ ഒന്നും സംസാരിക്കില്ല. അദ്ദേഹം സംസാരിക്കാൻ വന്നത് വളരെ വലിയ വിഷയമാണ്. ആ വിഷയം കേൾക്കേണ്ടവർ അവിടെ ഇല്ല.
അദ്ദേഹം പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ, അത് നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഇന്ന് ഈ കെയോസ് അവിടെ ഉണ്ടാവില്ല. എവിടെ? നിലയ്ക്കൽ മുതൽ പമ്പ വരെ ഏതാണ്ട് 1.5 ലക്ഷം പേരാണ് ഇന്നലെ വന്നതെന്നാണ് പറയുന്നത്. ഇപ്പം എണ്ണം കുറച്ച് 1 ലക്ഷമേ ഉള്ളൂ, 1.25 ഉള്ളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. 1.5 ലക്ഷം പേര് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആ 1.5 ലക്ഷം പേര് ഇന്നലെ അനുഭവിക്കാൻ ഇടയുണ്ടായിരുന്ന ദുരന്തം എങ്ങനെ ഒഴിവാക്കണമെന്ന് ക്ലാസ് എടുത്തയാളാണ് മുൻ ഡി ജി പി ആയിരുന്ന ജേക്കബ് പുന്നൂസ് സാർ. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിന് ആളില്ല. ഈ ക്ലാസ് എന്തിനാണ് സർക്കാർ ഇത്രയും കോടിക്കണക്കിന് രൂപ മുടക്കി അവിടെ അറേഞ്ച് ചെയ്തത്? 7 കോടി എങ്ങോട്ടല്ലേ ഇതിന് മൊത്തം ചിലവായത്? അല്ല, ഒരു സെഷനായിരുന്നത്. ഒന്ന് പിന്നെ മാസ്റ്റർ പ്ലാൻ ആയിരുന്നെങ്കിൽ മറ്റൊന്ന് സുരക്ഷയായിരുന്നു, വേറൊന്ന് പിന്നെ ഇതിൻ്റെ സജ്ജീകരണങ്ങൾ സംബന്ധിച്ചായിരുന്നു. ഇപ്പോൾ ഈ ഏറ്റവും പ്രധാനപ്പെട്ട അയ്യപ്പനെ കാണാൻ വരുന്ന അയ്യപ്പ ഭക്തരുടെ സുരക്ഷയെക്കുറിച്ച് പറയുന്ന ക്ലാസ്സിന് പോലും ആളില്ല. അതൊന്നും വിലക്കെടുക്കുന്നില്ല. ഇതൊക്കെ ചുമ്മാ പ്രഹസനം. ഞങ്ങൾ ക്ലാസ് നടത്തി എന്ന് പറയാം. ഇതാണ് പ്രശാന്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാം മുൻകരുതലുകളും ചെയ്തിരുന്നു, പക്ഷേ ആള് ചമ്മന്തിയായി. ഇതുതന്നെയാണ് ആരോഗ്യമന്ത്രിയും പറയുന്നത്. ഓപ്പറേഷൻ സക്സസ്, പേഷ്യൻറ്റ് ഖതം. ഈ അയ്യപ്പ സേവാ സംഘം പോലുള്ള ഒരുപാട് സംഘടനകൾ, സന്നദ്ധ സംഘടനകൾ ശബരിമലയിൽ നിലയ്ക്കൽ മുതൽ അല്ലെങ്കിൽ പമ്പ മുതലൊക്കെ സന്നിധാനം വരെയൊക്കെ മുമ്പ് പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറേ, അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് വന്നതിന് ശേഷം അവരെ അങ്ങനെ കാണാനില്ല, അല്ലെങ്കിൽ അവർ അവിടെ നടത്തുന്ന സന്നദ്ധ പ്രവർത്തനങ്ങളൊന്നും ഒരു പ്രകടമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് എത്തുന്നില്ല. അതെന്തായിരിക്കും അതിൻ്റെ കാരണം എന്ന് പറയുന്നത്? ഇതിൻ്റെ കാരണം ഞാനും അതിശയിച്ചിട്ടുണ്ട്. എൻ്റെ മുത്തച്ഛൻ N. ഗോപാലക്കുറുപ്പ് എന്ന് പറഞ്ഞ ആളാണ് കോട്ടയത്തെ അയ്യപ്പ സേവാ സംഘത്തിൻ്റെ സ്ഥാപകരിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു. തിരുനക്കര അമ്പലത്തിൻ്റെ സൈഡിൽ ഒരു ഓഫീസ് തുറന്ന് അദ്ദേഹമാണ് അവിടെ കുറേ നാൾ ഇതിൻ്റെ എല്ലാം നടത്തിയിരുന്നത്. എന്നെ കുട്ടിയായിരിക്കുമ്പോൾ 6 വയസ്സുള്ളപ്പോൾ അദ്ദേഹം ശബരിമലയിൽ കൊണ്ടുപോയിട്ടുണ്ട്. ആ കാലത്തും ഈ ഓഫീസ് അവിടെ ഉണ്ട്. ഈ പ്രവർത്തനങ്ങൾ അവർ നടത്തിക്കൊണ്ടിരുന്നത് എത്ര വർഷമായെന്ന് നോക്കണം. ഏതാണ്ട് 19 വർഷത്തിൽ കൂടുതലായിട്ട് അവിടെ ഈ സംവിധാനം പ്രവർത്തിക്കുകയാണ് അയ്യപ്പ സേവാ സംഘത്തിൻ്റെ. ആ അയ്യപ്പ സേവാ സംഘത്തിനെ പോലും മാറ്റിയിരിക്കുന്നു. സേവാ സമിതി എന്ന് പറഞ്ഞ് വേറുന്നുണ്ട്. പിന്നെ അവിടെ പല വിധത്തിലുള്ള സംഘടനകൾ ഈ വരുന്നവർക്കെല്ലാം ഭക്ഷണം സൗജന്യമായിട്ട് കൊടുക്കുന്നു. ഇതൊരു പിന്നെ അയ്യപ്പനെ പൂജിക്കുന്നത് പോലെ, അയ്യപ്പനെ നെയ്ത്തേങ്ങ ഉടയ്ക്കുന്നത് പോലെ ഒരു മഹത് കർമ്മമായിട്ടാണ് ഈ അയ്യപ്പനെ കാണാൻ വരുന്ന ഭക്തർക്ക് ഭക്ഷണം കൊടുക്കുന്നത്, അവർക്ക് വെള്ളം കൊടുക്കുന്നത്. ഇതൊരു പുണ്യകർമ്മം പോലെ ചെയ്തിരുന്നവരെ മുഴുവൻ അവിടുന്ന് പടിയടച്ച് പിണ്ടം വെച്ചിരിക്കുകയാണ്. ഒറ്റ കാരണം പറഞ്ഞുകൊണ്ടാണ്, ഇതെല്ലാം RSSകാരാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ എല്ലാ ഭക്തന്മാരെയും ഒരൊറ്റ കൊട്ടേഷനകത്ത് കൊണ്ടുവന്നിട്ട് അട്ടിച്ച് പുറത്തിറക്കി. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? അവിടെ മോഷണം നടത്തുമ്പോൾ മറ്റാരും അവിടെ നിൽക്കാൻ പാടില്ല. അതിനാണ് അത് നടത്തിയത്. അവിടെ ഈ സ്വർണ്ണക്കൊള്ള നടക്കുമ്പോൾ മറ്റൊരു മനുഷ്യൻ അവിടെ പാടില്ല. കള്ളന്മാരായ കുറച്ച് പിന്നെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും പിന്നെ അതിൻ്റെ പ്രമാണിമാരും മാത്രമേ കാണാവൂ. പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ ഇത് തോളി ചുമന്നുകൊണ്ട് പോകാനുള്ളവരെ കാണാവൂ. അയ്യപ്പ സേവാ സംഘം പാടില്ല, മറ്റ് സംഘങ്ങൾ പാടില്ല, സേവകർ പാടില്ല, കർസേവകർ പാടില്ല, ആരും പാടില്ല. ഭക്തർ ഇങ്ങനെ വന്ന് ഒഴുകി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അതിനിടയ്ക്ക് സ്വർണ്ണപ്പാളി പൊയ്ക്കൊണ്ടിരിക്കണം. ഇതിനു വേണ്ടി നടത്തിയതാണ് ഈ അയ്യപ്പ വിശ്വാസികളെ മുഴുവൻ അവിടെ നിന്ന് പുറത്തിറക്കിയത്. സേവകരായ അയ്യപ്പ വിശ്വാസികളെ പുറത്തിറക്കിയതിൻ്റെ ഒരു കയോസും കൂടി ഇന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് വെള്ളം കൊടുക്കാൻ ആളില്ലാതെ. ഇല്ലെങ്കിൽ സർക്കാരൊന്നും വേണ്ട, അയ്യപ്പ ഭക്തർ വെള്ളം കൊടുക്കും. അയ്യപ്പ ഭക്തർ അവിടെ സംരക്ഷിക്കാൻ അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കും. അവർക്ക് ഇരിക്കാനുള്ള പിന്നെ വിരിവെക്കാനുള്ള പായും ടെൻറ്റുമെങ്കിലും അടിച്ചു കൊടുക്കും. ഇപ്പോൾ അതൊന്നും ചെയ്യാൻ സർക്കാരിലെല്ലാം മുറ പോലെയാണ്. അതിലെല്ലാം 10 മുതൽ 5 വരെ ആയിരിക്കും പലരും ജോലി ചെയ്തിരുന്നത്. ഇപ്പോഴും അവർ ആ താളത്തിൽ നിൽക്കും. പിന്നെ അത്യാവശ്യമാണെങ്കിൽ വിപ്പ് ഉണ്ടെന്ന് പറഞ്ഞാലേ എന്തെങ്കിലും കാര്യങ്ങൾ നീക്കുള്ളൂ. അപ്പോൾ ഇതെല്ലാം കുഴപ്പത്തിലാക്കി പലതും അവിടുന്ന് അടിച്ചു മാറ്റി എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ SIT കണ്ടെത്തിയിരിക്കുന്നത്. തീർച്ചയായും. ഏതായാലും മറ്റൊരു മണ്ഡല കാലമാണ് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത്. കൃത്യമായി എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും മുൻകരുതലുകളും സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അയ്യനെ ഒരു നോക്ക് കാണാനായി കാലാകാലങ്ങളായി വ്രതമെടുത്ത് വരുന്നവർക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ, കൃത്യമായി ഒരു തടസ്സവും കൂടാതെ, വലിയ മനോവിഷമൊന്നും കൂടാതെ തന്നെ അയ്യനെ കാണാനുള്ള അവസരം ഈ അധികൃതർ ഒരുക്കേണ്ടത്, അടിയന്തരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കേണ്ടതും അത്യന്താപേക്ഷിതമാണ്. അല്ലാത്ത പക്ഷം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് സർക്കാർ വില കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ സർക്കാർ മുഖവിലക്കെടുക്കേണ്ട ഒരു സാഹചര്യം കൂടി വരും. അതിനുള്ള അവസരം ഒരുക്കാതെ അയ്യപ്പ ഭക്തന്മാരെ കൃത്യമായി പരിഗണിച്ചുകൊണ്ട്, എല്ലാ തരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട്, എല്ലാ തരത്തിലുള്ള മുൻകരുതലുകളും നടത്തിക്കൊണ്ട് അവർക്ക് കൃത്യമായി വിരിവിക്കാനുള്ള സ്ഥലം, അവർക്ക് കൃത്യമായി ഉറങ്ങുവാനുള്ള സ്ഥലം, അവർക്ക് കൃത്യമായി പ്രാഥമിക കർമ്മങ്ങൾ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ, ഇതെല്ലാം ഒരുക്കേണ്ടതും അത്യന്താപേക്ഷിതമാണ്. ഇതെല്ലാം ഒരുക്കിയേ തീരൂ. ഇതിലൊരു വിട്ടുവീഴ്ചയും തീരുമാനിക്കാനോ അല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ചയും നടത്താനും
താല്പര്യമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് സർക്കാർ സംവിധാനങ്ങൾ മാറേണ്ടതുണ്ട്. നമ്മോടൊപ്പം ചേർന്നതിന് വളരെയധികം നന്ദി. നമസ്കാരം. ടോക്കിംഗ് പോയിന്റ് എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.